എല്ലാരും സൈലന്റാ. ഞങ്ങളാ സ്റ്റോറിന്റെ മനസ്സ് തട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് അപ്പോഴെ തോന്നി. പിന്നെ ഒരു പൊരിഞ്ഞ കയ്യടി. പക്ഷെ അത് നിങ്ങളെ നാട്ടിൽ തന്നെ ആകുമ്പോ അതാണ് ഞങ്ങള് ഡബിളായി പോയി. കാരണം ഞങ്ങള് 2 സ്റ്റേജ് കഴിഞ്ഞു. 2 സ്റ്റേജിൽ 3ാമത്തെ സ്റ്റേജ് സാധനം സത്യം റീൽസ് ആയിട്ട് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്നും കൂടെ നമ്മൾ ഈ ബിജിഎം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിച്ചപ്പോൾ ഒന്നും കൂടെ ആൾക്കാർ പെട്ടെന്ന് കയറുന്ന സംഭവമാണ്. നല്ലൊരു ടീം റിയൽ സ്റ്റോറിയാ. ഈ റീലില്ലേ ഈ പിന്നെ സ്റ്റേജ് നമുക്ക് അറിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടിൽ നടന്ന സംഭവമാണ്. പക്ഷെ ഇത് നെഗറ്റീവ് ആക്കി. ഞാൻ സ്റ്റേജ് കയറിയപ്പോ നെഗറ്റീവ് ആക്കി, മറ്റേത് പോസിറ്റീവാണ്. വീട്ടില് ആ ചീത്ത പറച്ചിലൊന്നുമില്ല, നോർമലി അതിനാണ് തീർന്നു. പക്ഷെ ഇതില് നെഗറ്റീവായി കയറ്റി കഴിഞ്ഞാലാണ് ജനങ്ങളുടെ ഒരു ഇത് കിട്ടുള്ളൂ. അതിനു വേണ്ടി നെഗറ്റീവ് ആക്കിയാണ്. അതിലൊരു വ്യത്യാസം വന്നു. നടന്ന സംഭവം റിയൽ സംഭവമാണ്. പിന്നെ സിനിമയിലൊക്കെ കുറച്ചൊന്ന് ഇതാക്കിയിട്ടല്ലേ മോഡിഫൈ ചെയ്യണം. അപ്പോഴാണ് ആൾക്കാര് സംസാരിക്കങ്ങനെ ചോദിക്കല്ല. അങ്ങനെ പറയാ. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് പറയുമ്പോ നമ്മളെ അടി കയറണേ പറയാനുള്ളത് വെച്ചാൽ വേറെ സന്തോഷിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് വന്നത്. എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോസുമായിട്ട് വന്നിട്ട് എന്റെ പെണ്ണിന്റെ പരിപാടി, സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ നമ്മളെ നാട്ടിൽ തന്നെ സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല നമ്മളിങ്ങനെ വീഡിയോസും കാര്യം ചെയ്യേണ്ടത്. ഞാനും അജുവിന്റെ പെണ്ണ് അവിടെ തന്നെ ഉള്ളത്. പിന്നെ അവരെ അനിയനുണ്ട്, നമ്മളെ സാബുട്ടൻ അറിയും. നമ്മളെ വീഡിയോയിലെ സാബുട്ടൻ, അജുവിന്റെ അനിയനാണ്. അപ്പൊ അവനും വന്നു. അപ്പൊ നമ്മളെ കുട്ടികളെ പരിപാടിക്ക് പോയ ടൈമില് അവിടുത്തെ PTA പ്രസിഡന്റ് മൂപ്പര് കുറെ നേരം മുഖത്ത് നോക്കി. അപ്പൊ അതിലവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണല്ലോ. അപ്പൊ അതിൽ നമ്മൾ നേരിട്ട് വന്നിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യല്, നിങ്ങൾ വീട് ഇവിടെ തന്നെ സ്കൂളിന്റെ ബാക്കിൽ നമ്മളെ നാട്ടിൽ ഇങ്ങനെ. അപ്പൊ അവർക്ക് അറിയില്ല സംഭവം. അവർക്ക് ഇങ്ങനത്തെ അതില് ആ ഒരു ടൈമില് സത്യം പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം വന്നൊരു ദിവസമാണ്. എന്താ വെച്ചാൽ മൂപ്പര് അപ്പൊ തന്നെ നേരെ HMലേക്ക് പോയി, HDCലേക്ക് പോയിട്ട് കാര്യം പറഞ്ഞു. 2 ബ്ലോഗേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. അപ്പൊ ഒരു പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരു ഗസ്റ്റ്, അങ്ങനെ ഒരു ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാവും. ഒരു പാരന്റ് ആയി ചെന്നിട്ട് എനിക്ക് ഒരു ഗസ്റ്റ് എന്റെ മകളെ സ്കൂളിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ഞാൻ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു വീഡിയോ ആണ്. അതിന് പിന്നെ ഔഷാദിനോടും എനിക്ക് വലിയൊരു താങ്ക്സ് പറയണം, അതുപോലെ എന്റെ അജുവിനോടും. അതിന് വേറെ ഒന്നുണ്ട്, അതായത് നിങ്ങളെ കുട്ടിക്ക് അത് വലിയ അതെ ശരിയാണ്. എന്നുവെച്ചാൽ ഔഷാദിനോട് താങ്ക്സ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ നമുക്ക് അങ്ങനെ ഒന്നല്ല. നമ്മളിപ്പോ പല ആൾക്കാരും നമ്മൾ ഒന്നിച്ചു വിടുക, അതൊക്കെ പറഞ്ഞാല് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ്. ഇപ്പൊ മറ്റേ നമ്മളിപ്പോ നേരത്തെ ഞങ്ങള് വീഡിയോ എടുക്കുമ്പോ ഒരാൾ വന്നിരുന്നില്ലേ, ഞങ്ങള് പിടിച്ചു കൊടുന്ന് ഇരിക്കുക. മൂപ്പര് എന്തേലും എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇരുത്തിയതാണ്. അത് നമ്മൾ അറിയണാണ്. അത്രയും രാമടുത്താണ് നമ്മളിവിടെ തന്നെ മൂപ്പര് വീട്. അല്ല ഇതാണ് ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതേപോലെ നമ്മള് കുറെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ചാൻസ് ഉണ്ടാവും, നമ്മൾ ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ ദൂരത്തേക്ക്. അപ്പൊ നമ്മൾ പറയും നിങ്ങൾ അവിടെ ഇത്രയും ദൂരം വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ മുതലാകും. നമ്മളിപ്പോ ഈ പൈസ കൊടുത്തുകാണ്ട് ജയിച്ചാണെങ്കിൽ നമുക്ക് അത്രയും നമ്മൾ അതിനുള്ളതല്ലല്ലോ. നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളും മാത്രമല്ല ഇതിമ പോകണം. അത്രേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞ ആള് ഓന് അത്രയും ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. ഓനോ ഉണ്ടാവുമ്പോ നമ്മള് വരുന്നത് ഓന് രണ്ടാളും സെറ്റാണോ. അപ്പൊ ഇത് നമ്മള് പോണ ആൾക്കാർക്ക് സെറ്റ് ഉണ്ടാവില്ല. അങ്ങനൊക്കെ ഞങ്ങൾ ആരെ ഫ്രീയില് ഒരു വിളിക്കും, വരെ എടുക്കുക. ഞങ്ങൾ ടീമിൽ എല്ലാരും ഒന്ന് വിളിക്കും. ആരൊക്കെ ഉണ്ട് ഇന്നിപ്പോ പിന്നെ നമ്മളാ വീഡിയോ എടുത്തപ്പോ 2 വീഡിയോ എടുത്തു. 2 അതിൽ കൂടുതൽ എടുക്കാം. പക്ഷെ രാവിലെ പിന്നെ ആ പള്ളിന്റെ ടൈം ആയപ്പോ പിന്നെ ഒന്ന് എടുക്കാൻ പറ്റിയില്ല. ഉച്ച കഴിഞ്ഞാ എടുത്തത്. ഉച്ച കഴിഞ്ഞപ്പോ 2 വീഡിയോ എടുത്തു. ഈ 2 വീഡിയോ വേറൊന്ന് എഡിറ്റിങ്ങിലും എടുക്കുക, ഇത് എഡിറ്റിങ്ങിലും എടുക്കുക. ഇപ്പൊ എടുത്തത് വേറൊന്ന്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും സമയം ഉണ്ടായിട്ടല്ല, എല്ലാരും കിട്ടുന്നോടത്ത് വിളിച്ചു. പിന്നെയാണ് ഓൻ വന്ന് നിങ്ങളെ സമയം കണ്ടെത്തുമ്പോ നടക്കൂല, ഇല്ലോലെ വെച്ചാണ്ട് എടുക്കുക, അതേ നടക്കുള്ളൂ. അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആരുള്ളത് ആ സ്പോട്ടിൽ അവരെടുത്ത് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായത് നടക്കൂല ഈ പരിപാടി. അതെ, ചില കാര്യങ്ങൾ നമ്മളാണ് ഇതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ നിക്കണം എന്നുണ്ടെങ്കിൽ അത്രക്ക് നമ്മള് അതിമക്ക് സെറ്റായി മാത്രമേ നമ്മൾ അതിന് ഡിപ്പെൻഡ് ചെയ്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പാഷൻ ആ രീതിക്ക് അങ്ങനെ പോകണം. ഇതൊരു സൈഡ് നമ്മളെ ജോലി അത് ഇവിടേക്ക് ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ
കുടുംബം നോക്കണം, അല്ലാതെ ഇതിനായിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അതിന് പച്ചക്കറി പച്ചക്ക് പറഞ്ഞാല് കുടുംബം നോക്കണം. ഇതിന് സെറ്റാൻ പറ്റി മാറാം. അത് നമ്മളെ ജോലി ചെയ്യാ, ഇതും വേണ്ടെന്നല്ല, ഇതിലേക്ക് നമുക്ക് സെറ്റാക്കി കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ തന്നെയല്ലേ എല്ലാ വ്ളോഗേഴ്സും ആയത്, എല്ലാരും അങ്ങനെ തന്നെയല്ലേ. പക്ഷെ അതൊക്കെ ഒരു കൊറോണ കാലത്ത് കത്തി അതാണ് നമ്മളെപ്പോലെ സപ്പോർട്ട് ചെയ്തു. നമ്മള് പോലെ സപ്പോർട്ട് ചെയ്തു. അല്ല, അവര് നമ്മളൊരു തന്നെ കേട്ടോ, അവരുടെ കണ്ടിട്ട് തന്നെ നമ്മൾ ചെയ്യാനൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഞാനൊക്കെ ഇതില് വലിയ ഫാനുള്ള കുറെ ആൾക്കാരുണ്ട്. ഓല ഇതൊക്കെ കണ്ടിട്ട് നോക്കിയിട്ട് നമ്മളെ അതിലിങ്ങനെ ചെയ്യണം, മാറ്റം വരുത്തണം. എനിക്കിപ്പോഴും എഡിറ്റിംഗ് ഒന്നും അറിയില്ല. നോക്കി ചെയ്യാം. എന്താ സ്റ്റാർട്ടിങ് കിട്ടാനാ പണി, സ്റ്റാർട്ടിങ് കിട്ടാ. ഞങ്ങളും കുറെ കാലം നടന്നപ്പോ സ്റ്റാർട്ട് ചെയ്താ പിന്നെ നോക്കല്ലേ ചെയ്യല്ലേ. ഇതിൽ വേറെ രസം എന്താ വെച്ചാൽ ഇതിൽ കുറെ ആൾക്കാർ ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ അവനക്ക് ജാടേന്ന് അറിയും. പക്ഷെ ആളെ അടുത്തേക്ക് ചെന്നാലേ നമുക്ക് അറിയുള്ളൂ അയാളെ മനസ്സും കാര്യങ്ങളും. സംസാരിച്ചാലേ, ഒരു വ്യക്തിനോട് സംസാരിച്ചാലേ ആളെ എങ്ങനെയാണ്. ഇപ്പം കൊണ്ടായി അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ് ചെല്ലൂരാന്റെ അടുത്തേക്ക്. കാരണം ഫുള്ള് റൂൾ അങ്ങനെയാണ്. കുട്ടികളിങ്ങനെ നോക്കിക്കല്ല ചെല്ലൂല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അടുത്ത് അങ്ങനെയല്ല, അപ്പൊ അച്ഛനായിട്ടാണ്. അപ്പൊ ഓരോ അടുത്തേക്ക് ചെല്ലും. അവിടെ സോപ്പ്, ഇവിടെ സോപ്പില്ല, ഒഴിവാക്കാണ്. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ നിങ്ങളെ കാര്യങ്ങൾ പറയും. നിങ്ങൾ എവിടുന്നാണ്, എങ്ങനെയാണ്, നിങ്ങളെ പേരെന്താണ്? ഞങ്ങളുടെയൊക്കെ ചോർത്തെടുത്ത് പോവാണ്. നമ്മളിതിന് ഉദ്ദേശിക്കുന്നത് വേറെ ഉള്ളവരുടെ ചോർത്തെടുക്കാന്നാണ്, നമ്മളത് പുറത്തു വിടാന്നല്ല. എന്നാലും നിങ്ങളെ പേജ് പറയണം, പേജ് കാര്യങ്ങളും കൊടുക്കല്ലോ. പറച്ചിലെന്ത് ഇതിലൊന്നും കൂടി പറയാ വോയിസ് ആയിട്ട്. ഇതിപ്പോ നമ്മളെ ആൾക്കാരെന്നെ കാണാം, നമുക്ക് ഒന്നും പാടെ പറയാം അല്ലെ. സ്ഥലം വെള്ളൂരാണ്. അതാണ് എന്റെ ഇൻസ്റ്റയില് ബിച്ചു VLR VLR വെള്ളൂരാണ്. വെള്ളൂരോടെ വെച്ചുമ്പോ കുറെ ആൾക്കാർ തമിഴ്നാട്ടിൽ പോകും. അത് വെള്ളൂരാണ്. ഏകദേശം മിനിറ്റിന്റെ താഴെ പൂക്കോട്ടൂര് പഞ്ചായത്താണ്. പൂക്കോട്ടൂര് എന്നാണ് അത് ഒരുവിധം. അപ്പൊ ഇൻസ്റ്റ ഉണ്ട്, യൂട്യൂബ് അതേമാതിരി വിച്ചു VLR വ്ളോഗ് എന്നാണ്, ഫേസ്ബുക്കും ഉണ്ട്. ഓനതേമാതിരി തന്നെ. ഓന്റെ പേര് സിറാജ് ആണ്. ക്യാമറക്കായിട്ട് ഓൻ ഇതില് കമ്പളാണ്. പക്ഷെ എടുക്കാന് ടൈം വേണം. ഈ ആൾക്കാർ ചിലപ്പോ വരൂല. അപ്പൊ നമുക്ക് പിന്നെ അതിനുള്ള കമ്പം പോകും. ഇതൊരു കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി ഇപ്പൊ നമ്മള് തന്നെ ഡെയിലി ഇടണം എന്ന് കരുതിയിട്ടുള്ളതാണ്. ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചേ, ഇപ്പൊ ഇങ്ങനെ പറയല്ലോ നമ്മള് നല്ല വീഡിയോസ് വരും സപ്പോർട്ട്. എന്നോട് ഇനിയിപ്പോ പെരുന്നാള് നോമ്പ് കഴിഞ്ഞിട്ടിപ്പോ എന്താ പരിപാടി? ഞാൻ നോമ്പ് കഴിഞ്ഞിട്ടിപ്പോ നോമ്പിനിപ്പോ നമ്മള് ഉണ്ടാക്കണോ തിന്നണോ കുറെ ഇട്ടു. നല്ല നോമ്പ് തുറയും. നോമ്പ് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? വരും. ഇപ്പൊ കൊറേ ആൾക്കാർ വെച്ചിട്ടുണ്ട്, അല്ല നോമ്പ് കഴിഞ്ഞിട്ട് നല്ല വീഡിയോസ് വരും. ഓടെ വരും, അതന്നെ ആദ്യം പറയണല്ലേ. പക്ഷെ വരും, അത് വന്നുകൊണ്ടിരിക്കാണ്. അപ്പൊ അതിന് കുറച്ച് പണികളുണ്ട്. പിന്നെ ഒന്നാമതാണ് നമ്മൾ ഇതിലായിട്ട് നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കണ്ടന്റും കാര്യങ്ങളും ഉണ്ടാക്കാം. അപ്പൊ ചിലപ്പോ നമ്മള് കുടുംബം ഒരാൾക്ക് പട്ടിണിയാവും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോഴാണ് നമുക്ക് അതിമക്ക് തിരിയാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ അതിമക്കാണ് തിരിഞ്ഞു പോയാലേ അത് പറ്റൂല. ഇത് നമ്മള് തുടങ്ങാൻ കാരണല്ലേ നമ്മളെ ഹാപ്പിനെസ്സിൽ ഇങ്ങനെ സന്തോഷം. നമ്മൾ ഇതിന്റെ ഒരു ഫാനാണ്, യൂട്യൂബിന്റെ ഫാനാണ്. ഞാൻ ഇതിന്റെ ഫസ്റ്റത്തെ വീഡിയോയില് ഞാൻ ഷർട്ട് ഇട്ടീനി. അതെന്ന് വെച്ചാൽ കാർത്തിക് സൂര്യന്റെ ഒരു ഫാനാണ് ഞാൻ. ഓന്റെ ഷർട്ടൊക്കെ ഞാൻ ടീഷർട്ട് ഞാൻ എത്തിച്ചു. ടീഷർട്ട് ഓന് കാട്ടുകൊമ്പെന്നൊക്കെ ഫസ്റ്റ് വീഡിയോയില് ഞാൻ ആ ഇതാട്ടീനി. ഞാൻ 1.5 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ മടക്കൻ എടുക്കണേ ആ വീഡിയോ തുടങ്ങിയപ്പോ. അപ്പൊ ഇത് സ്റ്റാർട്ടിങ്ങിൽ എത്തി ഞാന് അത് ഓൻ അതിലൊരു ഡേ ടു ഡ്രീം പറഞ്ഞാണ്ട് ഡ്രീം അച്ചീവ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് കണ്ടന്റ് അങ്ങനത്തേക്ക് പോവാന്ന്. പക്ഷെ ഇതാണ് ഏറ്റവും സുഖം. ഇതിങ്ങനെ കുത്തുന്ന നമുക്ക് ഇങ്ങനെ വർത്തമാനം ആൾക്കാരുടെ കൂടെ അതും ഉണ്ടാകും ഇതില്. ഇതാണ് ഒന്നും പാടെ. പിന്നെന്താ വെച്ചാൽ കുറെ ആൾക്കാർക്ക് ഉണ്ടാവും. നമ്മള് കുറെ വലിയ സെലിബ്രിറ്റി, നിങ്ങൾ സെലിബ്രിറ്റി അല്ല എന്നല്ല പറയണേ. അല്ല അതിന് ഞാൻ ഉദ്ദേശിച്ച വലിയ ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ സെലിബ്രിറ്റിക്ക് അവിടെ നിങ്ങൾ എത്തട്ടെ. എന്നാലും അവിടെ എത്തിക്കണ്. നമ്മളെ മനസ്സിലൊക്കെ നിങ്ങൾ അതിന്റെ മേലാണ്. വേറെ കാര്യം അത് പൊക്കിക്കൊണ്ടേ താഴത്തേക്കോട്ടോ. പലതും ഓഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഫുഡുണ്ടോ? അച്ഛന്റെ ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിലേ. പിന്നെ ഇപ്പൊ നമ്മള് സ്ഥലം മാറിട്ടോ. ഒന്നാമത് ഇട്ടാനായി. നമ്മള് വന്നപ്പോ ഓല് ഷൂട്ടില്ലേനെയും. അപ്പൊ ഓല നമുക്ക് മുടക്കാൻ പറ്റില്ല, ഓല നമ്മള് മുടക്കണില്ല. പക്ഷെ നേരത്തെ ആള് നമ്മുടെ എല്ലാരും മുടക്കുന്നുണ്ട്. വേറെ കാര്യം നമുക്ക് ലേറ്റ് ഇട്ടില്ല, ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെ കാര്യം. ഇവരെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ വലിയ ഉഷാറായിട്ട് പോണ്. ഇനിയും നല്ല വീഡിയോസ് ഒക്കെ അല്ലേ ഉറപ്പായിട്ടും വരും, തീർച്ചയായിട്ടും. അപ്പൊ ഒരു ദിവസം അത്ര വീഡിയോസ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സാധനം ഒന്നിലും എടുത്തു വെക്കും. ചില ദിവസങ്ങൾ നമുക്ക് ലീവുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും ഒരു ടൈമേ പറഞ്ഞില്ലേ, ഒരു 3 ആളാണെങ്കിൽ ആ 3 ആൾക്ക് വലിയ ടൈം കിട്ടണം. ആ ടൈമിൽ ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് വീഡിയോ എടുത്ത് ചെയ്യും.
ഒരു മണിക്കൂർ അല്ല അതല്ല നോർമലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ടൈം എടുക്കും. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോ അന്ന് തന്നെ മറ്റൊരു അപ്ലോഡ് ചെയ്യോ? കൊളാബ് കൊളാബ് ചെയ്യും. അല്ല 2 വീഡിയോ ഒരു ദിവസം അങ്ങനെ ചെയ്യൂല. പറയും ഇടാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും ഇടുന്നുണ്ടെങ്കിൽ നൗഷാദ് ഇടില്ല, മറ്റൊരു ഇടില്ല. കാരണം നിങ്ങളുടെ എല്ലാരും കൂടെ ആകുമ്പോൾ എല്ലാരും ഇതിലാണല്ലോ, അതാ ചോദിക്കുന്നു. പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോ ഇതൊക്കെ ഇങ്ങനെ വരില്ലേ, അതറിയില്ലല്ലോ നമുക്ക്. ഒരു ദിവസം ഓരോന്നേ വരുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ ആ ചക്ക കൊണ്ട് പോകും, അത് വേറെ കാര്യം. ചക്കക്കാണെന്ന് നമ്മള് വന്നത്. അത് ആ ഒരു ചക്കന്റെ പേര് പറഞ്ഞിട്ട് ഞാന് പെരീന്ന് കൂട്ടാൻ വെക്കണം എന്നിട്ട് അത് ചക്ക ജിനേഷേ ഞാൻ പറഞ്ഞ ചക്ക ജിങ്ങനെ പിടിച്ചു വന്നു. അവൻ 2 എണ്ണം അങ്ങനെ പിടിച്ചപ്പോ എനിക്ക് ചക്ക ബാലൻസ് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്താൽ മതിയാണ്. അപ്പൊ ഞാൻ പിടിച്ചു. അപ്പൊ ചക്കപ്പോ ഞങ്ങള് പോയിട്ട് ഇടുകയാണേ, നമ്മള് തൊട്ടായാലും ഓൽക്ക് ഇടാൻ പറ്റണില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാൽ ഇതുകൊണ്ട് ഒന്ന് വലിച്ചാൽ മതി പറഞ്ഞു. ഞാന് ഇതേമാതിരി ഇതിന് മുന്നേ ഞാൻ പണിസൈറ്റ് വന്നപ്പോ എനിക്കൊരു വായക്കൊല കിട്ടി, മൈസൂർ പായത്തിന്റെ. അപ്പൊ അന്ന് വീട്ടിൽ ആരും ഇല്ല. കാരണം എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ക്യാമറ പൊതിച്ചാണ് ഇതിങ്ങനെ നിങ്ങൾക്ക് വേണം വെച്ചാൽ ഇടണം കരുതിന്. പിന്നെ ഈ ചക്ക കണ്ടപ്പോഴേ അന്ന് ഇട്ടാ മതിയനില്ലേ, അന്ന് ആ കൊല കൊടുത്താ മതിയനില്ല. ഞാൻ കൊലമൊക്കെ ഇങ്ങനെ നോക്കി, പഴുത്തിട്ടില്ല കൊല. സത്യത്തിൽ ചക്കപ്പാടുണ്ടോ? പോയി. അതല്ല കോമഡി അതല്ലേ, അതിന് വേറെ ആ ചക്ക കൊടുക്കാൻ പറ്റൂലല്ലോ. ഒക്കെ ചോള എടുത്തിട്ട് അതിന്റെ കുരു ഒഴിവാക്കിയിട്ട് കൊടുക്കണ്ടേ. അത് പിന്നെ അങ്ങനെ തന്നെ ആക്കണ്ടേ. പിന്നെ അത് വേറെ കാര്യണ്ടേ, അതില് ഞാൻ വെറുതെ നമ്മളെ ഒരു കോമഡിക്കാൻ ചെയ്ത സാധനമാണല്ലോ. ഇതാരോ ഞാൻ വെറുതെ ലാസ്റ്റ് പറയണ്ടല്ലോ 2 അക്കൗണ്ട് ഫോളോ ചെയ്യാ, ചക്കാന്ന് കമന്റ് ചെയ്താന്ന്. ഇത് ഒരാൾക്കാർ ചക്ക ചക്ക കമന്റ് ചെയ്യണ്ടേ, ഫേസ്ബുക്കിലും ഉണ്ട്, ഇതിലുണ്ട്. അത് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ചക്കെങ്കിൽ ചക്ക. പിന്നെ ഇതേ പരപ്പനങ്ങാടിയുള്ള മറ്റേ റിൻഷാദില്ലേ, ഓന് എനിക്ക് പിന്നെ പേഴ്സണൽ ഇതും പിന്നെ കമന്റും വിട്ടുക്കണം. ചക്ക ഇവിടെ വേണ്ട ഓലവിടെ ഏരിയ അങ്ങനത്തെ ചക്ക കിട്ടാത്തൊരു ഏരിയ അല്ലേ, കടപ്പുറം ഏരിയകളിൽ കിട്ടൂലല്ലോ. അപ്പൊ വെറുതെ കമന്റ് ഇട്ടു. അപ്പൊ ഞാന് പിന്നെ പറഞ്ഞ ചക്കൊക്കെ തരാൻ കുഴപ്പമില്ല, എല്ലാരും ഫോളോ ചെയ്യണം. ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് പറഞ്ഞു. അത്യാവശ്യം ഭയങ്കര രസാട്ടോ. അതിനെ കണ്ടിട്ടുണ്ടാവും, കാരണം ഈ പേര് കേൾക്കുമ്പോഴേ അങ്ങനെ അറിയപ്പെടുമല്ലോ. മക്കളെ എന്റെ മക്കളെ മുതല ഇവിടെ പരപ്പനങ്ങാടിയാ സ്ഥലം വിൽക്കണേ. പരപ്പനങ്ങാടിയാണ്. ഇവിടെ ഇവിടെ നമ്മളെ കൊളപ്പുറല്ലേ, മമ്പുറം ഭാഗം. അല്ല പരപ്പനങ്ങാടിയാണ്. ഞങ്ങളവിടെ അനിയന്റെ കല്യാണം. ഞാൻ കുന്നുംപുറ ആ പ്രദേശത്ത്, അവിടെ ഞാൻ പ്രതീക്ഷിച്ചേ. ഷാള് നല്ല രസം. കോണ്ടാക്ട് ഇല്ലേ? കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അടുത്ത സ്ഥലക്കച്ചവടം പറഞ്ഞോളി, നമ്മളെ ചകനക്ക് കൊടുക്കാം. സ്ഥലം നമുക്ക് ഇതീ കൂടെ കച്ചവടാക്കി സ്ഥലം വാങ്ങാന്നല്ലാതെ വാങ്ങിട്ട് വാങ്ങാനോ ഇവിടെയല്ലേ കൊടുക്കാനോട് പറയാ. അപ്പോഴന്നെ ആൾക്കാർ കാണുള്ളൂ. ഇതാണ് കൊടുക്കാണ്, ആരെയും കൊടുത്തോളും. ചക്കക്ക് കഴിയില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ലേറ്റ് പോകണ്ട. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വരാഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഒരുമിച്ച് കൂടാ. കൊറേ ആവുമ്പോ ആൾക്കാർക്കും പോരാടിച്ചല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങള്. കുറച്ച് ആൾക്കാരുമാടെ ഉണ്ട്, ഓല നമുക്ക് അടുത്തിൽ പിടിക്കാം. നല്ല കലാകാരന്മാരും കലാകാരികളില്ലല്ലേ ഇതില്? കലാകാരികൾ എന്താ വരാത്ത ചോദിക്കാം. ഇല്ല, എങ്ങനെ വെച്ചാൽ ഇപ്പൊ നമ്മളെ ഇതിൽ വീഡിയോസ് വരുന്ന ആൾക്കാർ നമ്മളെ ആൾക്കാർ തന്നെയാണ്. അവരെന്നെ വിളിക്കും, ഒരു റോള് ചെയ്ത് ഇവിടുന്ന് ചെയ്ത് വിട്ടുകൊടുത്താൽ മതി, അവരിൽ കയറ്റും. അതുപോലെ അവര് വേണമെന്നുണ്ട് നമ്മൾ അവർക്കും വിളിക്കും. നമ്മള് വേറെ കാര്യങ്ങളോട് ചോദിച്ചാണ്ട് ഷോർട്ട് ഫിലിം ചെയ്തോ? ഷോർട്ട് ഫിലിം വിളിക്കല്ലോ? ഇല്ല, അങ്ങനത്തെ വിളിക്കാണ് ചെല്ലും. നമുക്ക് ചെല്ലുന്നതാണ്. സിനിമയൊക്കെ ഏകദേശം പറഞ്ഞ മാതിരി തന്നെ ഇവന് നൗഷാദ് ഞാനും പാലക്കാട് പോയി. അവിടുന്ന് ഒരു മീറ്റപ്പ് ഉണ്ട്. ആ മീറ്റിൽ തന്നെ എന്നെ കണ്ടു, നൗഷാദിനെ കണ്ടു. എനിക്ക് വിളി വന്നു. സത്യം പറയാലോ, 18 ദിവസം പാലക്കാട് ഒരു ഷൂട്ടാണ്. സ്റ്റേ ആയിട്ട് നല്ലൊരു തന്നെയാണ്, നല്ലൊരു ഇതന്നെ കിട്ടിയത്. പക്ഷെ എനിക്ക് വെച്ചാൽ ആ ടൈമിൽ എന്റെ കാലൊന്ന് ഫ്രാക്ചറായി ഞാൻ കിടക്കും. ആ ഒരു പ്രശ്നം വന്നു. അതുപോലെ തന്നെ ഈ 18 ദിവസം എന്ന് പറയുന്നത് ഇതും ഉണ്ട്. എന്താ വെച്ചാൽ നമ്മള് സാധാരണക്കാരനാണ്. ഈ 18 ദിവസത്തിന്റെ വീട്ടിൽ ചെലവിന് ആലോചിക്കണം. 3 ദിവസം മുമ്പാണ് നമുക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ചിലപ്പോൾ കിട്ടി. ചിലപ്പോൾ ആ ഒരു ചാൻസിൽ നമുക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാം. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങള് ആ ഒരു സംഭവം പാടി നമ്മൾ നോക്കണം. ഇപ്പൊ 2 ദിവസം മുമ്പാണ് ഇപ്പൊ കോഴിക്കോട് ഷൂട്ട് നടന്നത്. നമ്മളതിൽ വന്നാണേ
ഏതിലാണ് വന്നേ? ഗ്രൂപ്പിൽ വന്നേ ഒരു ടീം മറ്റേതുണ്ട് പറഞ്ഞിട്ട്. മറ്റേ ഇതിന്റെ അല്ല സിനിമ തന്നെയാണ് അതിന്റെ പിന്നെ ഒരു കാസ്റ്റാണ് വെഡിങ് സംബന്ധിച്ച ഒരു സീൻസാണ്. എന്നെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വർക്കിംഗ് ടൈം ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ അഭിനയിച്ചു കേട്ടോ. എന്റെ അഭിനയം കണ്ട ഏപ്രിൽ 10 ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങുന്നുണ്ട്. അതെങ്ങനെയാന്നോ, ഞാൻ വേറെ ആളെ കൊണ്ടുപോയതാ, ട്രിപ്പ് പോയതാ വണ്ടിയില്. അല്ല ഓല് പാട്ടിന് ലിപ്പ് എടുക്കണ അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പൊ ഞാന് മറ്റേ നമ്മളെ AGP ഒക്കെ ഉണ്ടല്ലോ, AGP ഓലൊക്കെ അവിടെ ഉണ്ട്. അത് ഞാൻ കൊറേ റീൽസ് ഇട്ടീനി ഓലതൊക്കെ. അപ്പൊ ഓല് പെണ്ണുങ്ങളെ വെച്ചാണ്ട് അങ്ങനെ ചെയ്യണതല്ലേ, ഓലത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്താ വെച്ചാൽ അവരെ തീമാണ് അങ്ങനെ പോയി. അപ്പൊ ഞാൻ അവിടെ അങ്ങനെ നിന്നപ്പോ എന്നോട് ഒരാളെ വെച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയിച്ചു, കാർ ഓടിക്കാനോ അറിയാനോ, അത് എവിടെ നിന്ന് അങ്ങോട്ട് എടുത്തേക്കാനാണ്. ഞാൻ പോയി വണ്ടി എടുക്കലെട്ടോ. അപ്പൊ ആയിക്കോട്ടെ എന്നാ പറയായിരുന്നു. അപ്പൊ എനിക്കിത് അറിയില്ലല്ലോ, എനിക്കറിയില്ല. അപ്പൊ എന്നോട് പിന്നെ വേറെ ആള് ഡോറ് അപ്പൊ നിങ്ങൾ എടുക്കാന്ന്. അല്ല അഞ്ഞു ആള് കയറാണ്ട്. അപ്പൊ പുതിയാപ്പളയും പിന്നെ അല്ല പുതിയാപ്പളിന്റെ ചങ്ങായിയാണ് ഞാൻ, ഡ്രൈവറാണ്. എന്റെ ഇപ്പുറത്ത് തന്നെ പുതിയാപ്പളയാണ്. നേരെ ബാക്കിൽ ഓന്റെ ഒരു ചങ്ങായി 2 അമ്മമാരും ഓലുള്ളത്. അപ്പൊ ഇത് പെണ്ണാൻ പോവാണ്. കണ്ടിറങ്ങി. ഞാൻ ലാസ്റ്റ് മുങ്ങി. ഞാൻ പറഞ്ഞു നമ്മളെന്താ ഇത് വെറുതെ അപ്പൊ വിളിച്ചെത്തിയാണ്ട് നമ്മളിത് മറ്റേ നിങ്ങളെ ആ ചുളല്ലാത്ത ചക്കില്ല, അതായത് ഒരു കാവലിക്കാണ് നമ്മള്, നമ്മക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോവാണ്. ഞാൻ എല്ലാം അവിടെ നിന്ന് അങ്ങനെ കുടിച്ചാണ്ട് ഞാൻ പോയി. അന്നു പൊയ്ക്കോന്ന് പറഞ്ഞു. നമ്മളെ കട്ടാക്കോതൊന്നും അറിയില്ല. കട്ടാക്കുകയാണെങ്കിൽ കഴിച്ചില്ലായി. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ. മറ്റേ ക്ലിയർ പോകണ്ടില്ലേ. അപ്പൊ ഏതായാലും നമ്മള് പറഞ്ഞു ഇതാണ്, ഇങ്ങനെ പറഞ്ഞു പോയി നോക്കാം. നമുക്ക് ഇനി അടുത്ത ഇതിൽ വരാം. അപ്പൊ ഇവരെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതാണ്. അപ്പൊ ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അതേപോലെ നമ്മളിമാടും സപ്പോർട്ട് ചെയ്യാ. ഇവരെ ഓൾറെഡി സപ്പോർട്ടാണ്. അപ്പൊ നമ്മളിമാടും സപ്പോർട്ട് ചെയ്യാം. ഇനി ഇതേമാതിരി ആൾക്കാരെ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഓലെ കമന്റ് ചെയ്യാം. നമ്മള് ഓലിമാടെ ഓലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പൊ എല്ലാരും ഓക്കെ വെയിറ്റ് ആറ്റാ.